2020 പ്രസിദ്ധീകരിച്ച GR ഇന്ദുഗോപന്റെ നോവലാണ് വിലായത്ത് ബുദ്ധ. മറയൂരിലെ മലമുകളിൽ ഒരു ഗുരുവും കൊള്ളക്കാരനായ ശിഷ്യനും തമ്മിൽ ഒരപൂർവമായ ചന്ദനമരത്തിനു വേണ്ടി നടത്തുന്ന യുദ്ധത്തിന്റെ കഥയാണ് വിലായത്ത് ബുദ്ധ എന്ന് പിൻകുറിപ്പിൽ പറയുന്നുണ്ട്. വിലായത്ത് എന്നാൽ ബിലാത്തി അഥവാ ഇംഗ്ലണ്ട്, വിദേശം എന്നർത്ഥം. അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പാകത്തിലുള്ള പൂർണ്ണതയുള്ള 11 ബുദ്ധമുഖങ്ങൾ കൊത്തിയെടുക്കാൻ കഴിയുന്ന അതിവിശിഷ്ടമായ ചന്ദനമരമാണ് ഇവിടെ വിലായത്ത് ബുദ്ധ. നോവലിലുടനീളം ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ തലയെടുപ്പോടെ ഈ ചന്ദനമരം നിറഞ്ഞു നിൽക്കുന്നു. ചന്ദനത്തിനും ശർക്കരയ്ക്കും പ്രശസ്തമായ മറയൂരിൻ്റെ പാരിസ്ഥിതിക പശ്ചാത്തലത്തിൽ വിലായത്ത് ബുദ്ധയെ അടിസ്ഥാനമാക്കി രസകരമായ ഗുരുശിഷ്യ സംഘർഷത്തെ അടിസ്ഥാനമാക്കി മനുഷ്യ മനസ്സിൻ്റെയും സാമൂഹിക ചലനങ്ങളുടെയും വ്യക്തമായ ചിത്രങ്ങൾ അവതരിപ്പിക്കുകയാണ് നോവലിസ്റ്റ്. നാട്ടിൽ പരക്കെ മോശം സ്ത്രീ എന്ന ഇമേജുള്ള ചെമ്പകവും മകളും വരുമ്പോൾ മനഃപൂർവ്വം കുടയെടുത്ത് നിവർത്തുന്ന ഭാസ്കരൻ എന്ന അധ്യാപകനിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. വൈകുന്നേരം തന്നോട് ഗുഡ് നൈറ്റ് പറയുന്ന ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യയെ ഉള്ളിലുള്ള അധ്യാപകൻ ഉണർന്ന് ഗുഡ് ഈവനിങ് പറയാൻ ഭാസ്കരൻ ആവശ്യപ്പെടുന്നു. ചെമ്പകം ഷടയെന്ന് തിരുത്തി. നിർബന്ധമില്ല സാറേ, അവളിനി സാറെ കാണുകയില്ലല്ലോ, അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറയാം എന്ന് പറയുന്ന അധ്യാപകന്റെ ദുരഭിമാനത്തിനേറ്റ അടിയിൽ ഏതോ ഇംഗ്ലീഷ് വിദ്വാനുമായി അവൾക്ക് സംസർഗമുണ്ടാകുമെന്ന് ഭാസ്കരൻ മാഷ് ആശ്വസിക്കുന്നു. റോഡ് വഴുതുവേ എന്ന ചെമ്പകത്തിൻ്റെ ശ്രദ്ധയിൽ ഭാസ്കരൻ വഴുതുകേല എന്ന് ധ്വന്യാത്മകമായി അയാൾ മറുപടി പറയുന്നുണ്ട്. ഈ സന്ദർഭം കഥയുടെ പ്രധാന തലത്തിലേക്ക് വായനക്കാരെ അത്ഭുതപ്പെടുത്തി നിരവധി വളവ് തിരിവുകളിലൂടെ വികസിക്കുന്നിടത്താണ് വിലായത്ത് ബുദ്ധ വായനക്കാരെ രസിപ്പിച്ച് ചിന്തിപ്പിക്കുന്ന നോവലായി മാറുന്നത്. തയ്യൽക്കാരൻ ഉതുപ്പാന്റെ പീടികയിലേക്ക് കുറുക്കുവഴി തേടിപ്പോയ തൂവെള്ള ഭാസ്കരൻ വീഴുന്നത് ചെമ്പകത്തിൻ്റെ കക്കൂസ് ടാങ്കിലേക്കാണ്. അധ്യാപക ജോലിക്ക് ശേഷം വെള്ളയും ഇട്ട് അയാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരുന്നു. അങ്ങനെ ഭാസ്കരൻ മാഷും തൂവെള്ള ഭാസ്കരനുമായി ജീവിച്ച അയാൾ തീട്ടം ഭാസ്കരൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. അയാളുടെ രാഷ്ട്രീയ ജീവിതം പൂർണ്ണമായും ഇല്ലാതായി. ഭാസ്കരൻ്റെ എതിരാളികൾക്കൊപ്പം നിന്ന് ഉതുപ്പാൻ പഞ്ചായത്ത് പ്രസിഡന്റായി. തീട്ടം ഭാസ്കരൻ ചെമ്പകത്തിൻ്റെ വീട്ടിലേക്കുള്ള അടയാള ചിഹ്നം പോലുമായി. രാഷ്ട്രീയമായും സാമൂഹികമായും അയാൾ ഭ്രഷ്ടനാക്കപ്പെട്ടു. തൻ്റെ മരണം വരെയും ഒരുപക്ഷെ മരണത്തിനു ശേഷവും അമേദ്യഗന്ധം തന്നെ പിന്തുടരുമെന്നും മരണാനന്തരവും താൻ അപമാനിതനാകുമെന്നും തിരിച്ചറിഞ്ഞ അയാൾ ഈ അപമാനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വ്യത്യസ്തമായ ഒരു വഴി സ്വീകരിക്കുന്നു. അയാൾ പറമ്പിൽ ഒരു ചന്ദനമരം നട്ടു വളർത്തുന്നു. മരിക്കുമ്പോൾ ചന്ദനമുട്ടിയിൽ തന്നെ ദഹിപ്പിക്കണം. ദുർഗന്ധം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ചന്ദനത്തിൻ്റെ മണം വരും. അങ്ങനെ തൻ്റെ അപമാനം തീരും. പക്ഷേ ചന്ദനത്തെ വളർത്താൻ അകിലിന് വളമിടുകയാണ് ചെയ്യുന്നത്. അകിലിനെ ഊറ്റിയെടുത്ത് ചന്ദനം വളരും. ചന്ദനമരത്തെ നോക്കി അയാൾ പറയുന്നു, അവരെ കണ്ടോ, ചന്ദനം പരാന്ന ഭോജിയാ എന്ന് വെച്ചാ സ്വന്തമായി ഭക്ഷണം എടുക്കില്ല. അടുത്തു മറ്റേതെങ്കിലും മാന്യരായ മരം വേണം. ആ വെള്ള അകിൽ അങ്ങനൊരു പാവം മരമാ. ചന്ദനം സ്വന്തം വേര് കൂർപ്പിച്ച് അകിലിൻ്റെ വേരിൽ തുളച്ച് കയറും. അവൻ്റെ അന്നം വിഴുങ്ങി വളരും, ആനന്ദിക്കും. ജനവും അങ്ങന,
മറ്റുള്ളവന്റെ വേദന ഊറ്റിയെടുത്ത് വിഴുങ്ങിയാലേ ദഹിക്കൂ. മുകളിൽ നിന്ന് നോക്കിയാൽ ചന്ദനം എത്ര പവിത്രമായ മരം, അതുപോലാണ് ജനവും ജനാധിപത്യവും. ഇങ്ങനെ രാഷ്ട്രീയവും പൊതുജീവിതവും പാടെ ഉപേക്ഷിച്ച ഭാസ്കരന്റെ വീട്ടിൽ രാത്രി ഡബിൾ മോഹനൻ എന്ന ചന്ദനം കൊള്ളക്കാരൻ എത്തുന്നു. അയാൾ മുൻപ് ഭാസ്കരന്റെ വിദ്യാർത്ഥിയും ഇക്രൂരൻ എന്ന് വിളിപ്പേരുള്ള ക്രൂരനായ ഭാസ്കരനാൽ നെറ്റിയിൽ ചൂരൽ കൊണ്ട് മുറിഞ്ഞ് പഠനം ഉപേക്ഷിച്ച ആളുമാണ്. ഒരർത്ഥത്തിൽ അവനെ കൊള്ളക്കാരനാക്കിയതിൽ ഭാസ്കരൻ എന്ന അധ്യാപകന് പങ്കുണ്ട്. സാൻഡൽ മോഹനൻ എന്ന വിളിപ്പേരിലാണ് പോലീസുകാരു പോലും കാവൽ നിന്ന ചന്ദനമരം തന്നെ കൊള്ളയെടുക്കുന്നതിൽ അയാൾ നിലവിൽ വിദഗ്ധനായി മാറിയത്. ഭാസ്കരന്റെ പറമ്പിലുള്ള ചന്ദനം അത്യന്തം വിശേഷപ്പെട്ട ഒന്നാണെന്നും 11 വിലായത്ത് ബുദ്ധന്മാരെ ഉണ്ടാക്കാമെന്നും അതിനാൽ മാന്യമായ വിലക്ക് ചന്ദനമരം തനിക്ക് നൽകണമെന്നും മോഹനൻ പറയുന്നു. ഭാസ്കരന്റെ ഉള്ളിലെ വേട്ടക്കാരൻ ഉണരുകയും ഡബിൾ മോഹനനെ തകർക്കാൻ തോക്കുമായി കാവലിരിക്കുകയും ചെയ്യുന്നു. മോഹനാകട്ടെ ചന്ദനമരത്തോട്, എൻ്റെ ഭഗവാനെ, ഗുരുവായൂർ ദേവസ്വത്തിൽ ചെന്ന് ഉരഞ്ഞു തീരാനോ കള്ളമില്ലിൽ അമർന്ന് എണ്ണയാകാനോ അല്ല അങ്ങയുടെ വിധി. ഷാങ്ഹായിലെ കോടീശ്വരന്മാരുടെ വസതികളിലോ പ്രശസ്തമായ ബുദ്ധവിഹാരങ്ങളിലോ സമ്പൂർണ്ണ ബുദ്ധവിഗ്രഹങ്ങളായി ഒരു 10,000 കൊല്ലം വിരാജിക്കാനാണ്. ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യവുമായി പ്രണയത്തിലായിരുന്ന മോഹനൻ ചെമ്പകത്തിൻ്റെ മകൾ ചൈതന്യയുടെ മോശം പേര് മാറ്റാൻ ആട്ടുമലയെ ചൈതന്യമലയാക്കി മാറ്റാനുള്ള ഏറ്റവും പ്രാവർത്തികമായ ആശയം അവതരിപ്പിക്കുന്നുണ്ട്. ആട്ടുമല കയറുന്നതിനിടയിൽ മാഷുടെ അനുഗ്രഹം വാങ്ങാൻ ഭാസ്കരൻ മാഷുടെ വീട്ടിലേക്ക് പോകുന്നു. ചന്ദനം കൊള്ളയടിക്കാൻ എത്തിയതാണെന്ന തെറ്റിദ്ധാരണയിൽ ഭാസ്കരൻ മാഷ് മോഹനനെ വെടിവെക്കുന്നു. എന്നാൽ മോഹനൻ ആ മുറിവും പറ്റി മല കയറി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭാസ്കരന് ഉലുവയും കോതമ്പുമിട്ട കഞ്ഞി തയ്യാറാക്കി കൊടുത്ത് അച്ഛൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു അനി കയ്യിൽ കൊടുക്കുന്നു. അതോടെ ഭാസ്കരന് ലൂസ് മോഷൻ തുടങ്ങി പാതി ചത്തതുപോലെയാകുന്നു. വയറിളകി മഞ്ഞ നിറമായ ഭാസ്കരനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് മോഹനനാണ്. വീട്ടിൽ തിരിച്ചെത്തിയ ഭാസ്കരൻ കാണുന്നത് മുറിച്ചു മാറ്റിയ ചന്ദനമരമാണ്. എന്നാൽ കഥയുടെ ട്വിസ്റ്റ് അവിടെയല്ല. ചന്ദനം മുറിച്ചു മാറ്റിയത് മോഹനനല്ല, മോഹനൻ്റെ മാനം കാക്കാൻ ചൈതന്യമാണ്. അത് എത്തിച്ചേർന്നതോ ചെമ്പകത്തിൻ്റെ അതേ കക്കൂസ് ടാങ്കിലും. സാഹിത്യത്തിൻ്റെ പതിവ് മാനദണ്ഡങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ദുഗോപൻ്റെ എഴുത്ത് മലയാള സാഹിത്യത്തിൻ്റെ സ്വന്തം വഴി കണ്ടെത്തിയത്. പ്രണയവും പ്രതികാരവും പകയും അധികാരവും ചേർന്ന കഥയാണ് വിലായത്ത് ബുദ്ധ. വായനക്കാരുടെ മുൻവിധികളെ ഉടയ്ക്കുന്ന ട്വിസ്റ്റുകൾ വിലായത്ത് ബുദ്ധയുടെ പ്രത്യേകതയാണ്. സാൻഡൽ മോഹനൻ എന്ന ഡബിൾ മോഹനൻ പലപ്പോഴും വില്ലൻ്റെയും നായകൻ്റെയും സ്വഭാവം മാറി മാറി വരുന്നത് ഉദാഹരണമാണ്. ഏറ്റവും ആക്രമണോത്സുകമായി ജീവിതത്തെ സമീപിച്ച മോഹനൻ വിലായത്ത് ബുദ്ധയ്ക്ക് മുന്നിലെത്തുമ്പോൾ അഹിംസയുടെ പ്രവാചകനാകുന്നു. വിലായത്ത് ബുദ്ധയുമായി ബന്ധപ്പെട്ട ഒരിടപാടിലും രക്തം ചിന്തരുത് എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. നിഗൂഢയും പലതരത്തിലുള്ള സംഘർഷവും നോവലിൻ്റെ അടിസ്ഥാന പാഠമാണ്. ഇതിൽ ജീവിതത്തെ സംബന്ധിച്ച നിരവധി സമസ്യകൾ അവതരിപ്പിക്കുന്നുണ്ട്.